എങ്ങനെയായിരിക്കും ഇതിനെ ഉപയോഗിക്കുക? ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യം അതല്ലേ? ന്യൂക്ലിയർ വെപ്പൺ ഇറാനും അമേരിക്കയും തമ്മിൽ ഇന്ന് യുദ്ധം ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ന്യൂക്ലിയർ വെപ്പണിന്റെ കാര്യത്തിന് വേണ്ടി. എത്ര ഉണ്ട്, എന്ന് ഉപയോഗിക്കും, സ്റ്റോക്ക് വെച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് വേണം എന്ന് പറയുന്നു. അതൊക്കെ എത്ര വർഷം മുമ്പ് ഹിന്ദു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ആ പാശുപതാസ്ത്രം എന്ന് പറയുന്ന ഇന്നത്തെ ന്യൂക്ലിയർ വെപ്പണുമായിട്ട് നമുക്ക് ഉപമിക്കാം. എന്തായാലും ഭഗവാൻ അർജുനെ പരീക്ഷിച്ചു. ഭഗവാനാണെന്ന് അറിയാതെ കിരാതൻ കാട്ടാളന്റെ രൂപത്തിൽ വന്ന ആ ഭഗവാനുമായി അർജുനൻ ആളറിയാതെ യുദ്ധം ചെയ്ത് തന്റെ കയ്യിലുള്ള ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങാണ്. ഗാന്ഡീവം ഒഴിച്ച് ബാക്കിയെല്ലാം സറണ്ടർ ചെയ്യാണ് അർജുനൻ. അതും കഴിഞ്ഞിട്ട് ഗാന്ഡീവം എടുക്കുമ്പോൾ ഒരു അജ്ഞാത കരം വന്ന് തടുക്കുകയാണ്. അപ്പോ അർജുനന് മനസ്സിലായി വന്നിരിക്കുന്നത് ഒരു നിസാര കിരാതനല്ല, കാട്ടാളനല്ല. അപ്പോ സാഷ്ടാംഗം പ്രണാമം നടത്തി. ശിവൻ മഹാദേവൻ ആണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മനസ്സിലായി. അപ്പൊ അത്തരത്തിലുള്ള ഐതിഹ്യമായിക്കോട്ടെ, പുരാണമായിക്കോട്ടെ, ചരിത്രമായിക്കോട്ടെ, എന്ത് വേണോ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് അതിന് ആ സങ്കല്പം മനസ്സിൽ വെച്ചോളൂ. പക്ഷെ ആലോചിച്ച് നോക്കൂ, അന്നത്തെ ആ പുരാണമാണെങ്കിൽ ചരിത്രമാണെങ്കിൽ എന്താണെങ്കിലും ശരി, ഒരു ആയുധം കയ്യിൽ നമ്മൾ ലഭിച്ചാൽ അത് എങ്ങനെ ഉപയോഗിക്കണം അതിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് ഐതിഹ്യം. ഈ വെണ്ണല മഹാദേവ ക്ഷേത്രവുമായി അതിനൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. അരക്കില്ലം സമയത്ത് പാണ്ഡവർ ഇവിടെ നിന്നും അരക്കില്ലം അവിടെ അഗ്നിക്കിരയായപ്പോ ഓടി രക്ഷപ്പെട്ടത് കാക്കനാട് പ്രദേശത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ അതൊക്കെ ഐതിഹ്യമായിട്ട് കണക്കാക്കാം. കാരണം ഉത്തരേന്ത്യയിൽ ആണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നടന്നത് എന്ന രീതിയിൽ വ്യാഖ്യാനമുണ്ട്. അതെന്തായിരുന്നാലും പ്രദേശം ഏതായിരുന്നാലും ഈ ഐതിഹ്യങ്ങൾ ഇങ്ങനെ വരുന്നത് ഇതേപോലുള്ള കാര്യങ്ങൾ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം സ്ഥലമില്ല. സ്ഥലം ഒരു ബാരിയർ അല്ല, അതിർവരമ്പില്ല. അത് വടക്കേന്ത്യയിൽ നടന്നാലും ഇവിടെ നടന്നിരുന്നാലും അത് അന്നത്തെ കാലത്ത് നടന്ന ഈശ്വരന്മാരുടെ കഥ എന്ന് പറയുന്നതിന് അതിന് സ്ഥലത്തിന്റെ പരിമിതിയില്ല. ഏത് പ്രദേശത്ത് നടന്നതുമാകും. അതാണ്. അപ്പൊ അവിടെ പാട്ടിന്റെ ഏകദേശം തരികയാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെല്ലാം എന്താ ചെയ്യാം? ഈശ്വരനിൽ